വ്യക്തി ജീവിതത്തിൽ നമുക്ക് സമാധാനം അനുഭവിക്കാൻ പറ്റുന്നില്ല. പൂർവ്വകാലത്തോട് രമ്യപ്പെടാൻ പറ്റുന്നില്ല. മുമ്പപ്പോഴും എടുത്തുപോയ ചില തീരുമാനങ്ങളോട് ആ തീരുമാനങ്ങൾ തെറ്റായിപ്പോയി, സാരമില്ല. പക്ഷെ ആ തീരുമാനങ്ങളുടെ പേരിൽ സ്വയം വെറുക്കുകയാണ്. ആ സ്വയം വെറുക്കുമ്പോൾ എന്താ, നമ്മളിൽ തന്നെ സമാധാനമില്ലാതായി പോകുന്നുണ്ട്. ഫസ്റ്റ് റീകൺസൈൽ വിത്ത് യുവർ സെൽഫ്. നിന്നോട് തന്നെ നീ ഒന്ന് അനുരഞ്ജനപ്പെടുകയും നിന്നിൽ തന്നെ ഒന്ന് സമാധാനം കണ്ടെത്തുകയും ചെയ്യുക. രണ്ടാമത്, കുടുംബങ്ങളിൽ സമാധാനം. ഒത്തിരി സമാധാനക്കേടിൻ്റെ ഇടങ്ങളായിട്ട് കുടുംബങ്ങൾ മാറുന്നൊരു കാലത്ത് സമാധാനമുണ്ടാകാൻ അസീസിയുടെ മാധ്യസ്ഥ്യം തേടാം. അങ്ങനെ നമ്മൾ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഒരാളല്ല ഫ്രാൻസിസ് അസീസി. നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, കാണുമ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ ഉണ്ട്. പക്ഷേ കുറേ കൂടെ നമ്മൾ ഇനി ഈ കാലത്ത് മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് സമാധാനക്കേടുകൾ ഏറെയുള്ളൊരു ലോകത്ത് മതത്തിൻ്റെ പേരിൽ, രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ നമ്മൾ ജീവിക്കുന്നൊരു സമൂഹം വിഘടിക്കുകയും മുറിവേൽക്കുകയും ചെയ്യുന്നൊരു കാലത്ത് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടാൻ അസീസിയുടെ കർത്താവേ, എന്നെ അങ്ങയുടെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണമേ. ലോർഡ്, മേക്ക് മീ ആൻ ഇൻസ്ട്രുമെന്റ് ഓഫ് യുവർ പീസ്. നിന്റെ സമാധാനത്തിൻ്റെ ഉപകരണമാക്കണേ എന്നെ എന്ന് പ്രാർത്ഥിക്കണം.